morning. Good morning, ma'am. Morning. Good morning, ma'am. ഈസ്റ്റർ ഒക്കെ ആഘോഷിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു ഈസ്റ്റർ? എങ്ങനെയുണ്ടായിരുന്നു? ഈസ്റ്റർ ആഘോഷിച്ചില്ലേ? നന്നായിരുന്നു. ഓക്കെ. ഓക്കെ, നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു അല്ലേ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, സ്റ്റാഫിംഗ് എന്താണ്, സ്റ്റാഫിംഗ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എയിംസ് വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? 3 കാര്യങ്ങളാണല്ലേ പറഞ്ഞു നിർത്തിയത്. എന്തായിരുന്നു എയിംസിൽ പറഞ്ഞത്? 3 കാര്യങ്ങള് ആർക്ക് പറയാൻ പറ്റും? വായിച്ചു നോക്കിയിട്ടുണ്ടോ? എയിംസിലെ 3 കാര്യങ്ങള് ആർക്ക് പറയാൻ പറ്റും? ആരുമില്ലേ പറയാനായിട്ട്? വായിച്ചു നോക്കിയായിരുന്നോ? എന്താണ് എയിംസ്? 3 കാര്യങ്ങള് ആര് പറയും? ആൽബിൻ ആന്റണി. ആൽബിൻ ആന്റണി. Hello, Miss. High quality of nursing care service. High quality. A structured but flexible, stimulating environment with job satisfaction as well as chance to develop. ഓക്കെ, അതിൽ എന്താ മനസ്സിലായ പോയിന്റ്? ആർക്ക് പറയാൻ പറ്റും? വായിച്ചില്ലേ നിങ്ങള്? അഞ്ചു. അഞ്ചു ചാലി. ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞു കൊടുത്തേ. ശ്രീലക്ഷ്മി. മിസ് ഞാൻ കേട്ടില്ലായിരുന്നു, എന്തുവായിരുന്നു? എയിംസ് ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു എയിംസിൽ വരുന്നത്. മനസ്സിലായത് മാത്രം പറഞ്ഞാൽ മതി. 3 കാര്യങ്ങൾ എന്താണ് മനസ്സിലായത്? പോയിന്റ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. എന്താണ് എയിംസ് എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മതി. നഴ്സിംഗ് കെയർ എന്ന് പറയുന്ന സർവീസ് ഹൈ ക്വാളിറ്റി ഉള്ളതായിരിക്കണം.
ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ അവരുടെ നോളജ് സ്കില്ലും അനുസരിച്ച് അവർ നല്ല രീതിയിൽ അവർക്ക് ജോബ് ചെയ്യാനുള്ള മിസ് ഇൻട്രൊഡക്ഷൻ എടുത്തിട്ടുണ്ട്, പിന്നെ സ്റ്റാഫിംഗ് പ്രോസസ്സിംഗും വരെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് 3 പോയിന്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എയിംസ് മിസ് പറഞ്ഞില്ലേ? എയിംസ് പറഞ്ഞിരുന്നല്ലോ. അത് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. മിസ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ്, സ്റ്റാഫിംഗ് പ്രോസസ്സ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞോളാം. എയിംസ് പറഞ്ഞില്ലേ മിസ്? എയിംസ് അടയാളപ്പെടുത്തിയിട്ടില്ല, എടുത്തതായിട്ട് തോന്നണില്ല. വേറെ ആരെങ്കിലും എന്തേലും? എന്റെ ഒരു അഭിപ്രായം പറഞ്ഞേട്ടോ. എടുത്തുന്നാണ് എന്റെ ഓർമ്മ. അതാണ് മിസ് ചോദിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയ ആരെങ്കിലും ഉണ്ടോ? ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് അതുകൊണ്ടാണ്. അതെ, സ്റ്റാഫിംഗ് പ്രോസസ്സ് വരെ എടുത്തിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് എയിംസ് തൊട്ട് തുടങ്ങാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. കണ്ണെടുത്ത് മൂന്ന് കാര്യങ്ങളാണല്ലേ എയിംസിൽ പറഞ്ഞത്. എയിംസ് ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺടാക്ട് ഓൺ 3 ബേസിക് എലമെന്റ്സ്. ഫസ്റ്റ് വൺ എന്താണ്? ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. ഇതാണ് എന്താ പറയുന്നത്? ഹൈ ക്വാളിറ്റി നഴ്സിംഗ് കെയർ സർവീസ് ഹൈ ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ ആളുകൾക്ക് നല്ല നിലവാരത്തോട് കൂടിയിട്ട് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് അടുത്ത എയിം എന്ന് പറയുന്നത്? അടുത്ത ലക്ഷ്യം എന്താണ്? എ സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് with job satisfaction as well as a chance to develop their knowledge and skill. എന്ന് പറയുന്നത് ഈ നഴ്സുമാർക്ക് നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വർക്കിൽ അവർ എന്ത് ചെയ്യും? നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആകും അല്ലെ? അവരെ ജോലി ചെയ്യുന്നതിൽ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആകും. അതുവഴി അവർക്ക് എന്താണ്? അവരുടെ നോളജും സ്കില്ലും ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്താ രണ്ടാമത്തെ സെന്റൻസ് പറഞ്ഞത്? നമ്മള് രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? നല്ല രീതിയിൽ എൻവയോൺമെന്റ്, വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജോബിൽ, അവർ ചെയ്യുന്ന വർക്കിൽ അവരെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സ്കിൽസ്, അവർ ചെയ്യുന്ന വർക്കിൽ അവരുടെ സ്കിൽസ് ആയാലും നോളജ് ആയാലും അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി തേർഡ് പോയിന്റ് എന്താണ്? A management process causing an efficient and effective pattern of nursing care service in most frugal manner. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ എടുത്തതാണ്. അപ്പോ മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞത് മാനേജ്മെന്റ് പ്രോസസ്സ് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, മാനേജ്മെന്റ് ആരാണ് ചെയ്യുന്നത്? മാനേജ്മെന്റ് ആരായിരിക്കും? ഹോസ്പിറ്റലിൽ മാനേജ് ചെയ്യുന്ന ആൾക്കാര് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് അല്ലെ. അപ്പൊ നല്ല രീതിയിൽ അവരുടെ പോളിസിയിലൂടെ, അവർ പറഞ്ഞിരിക്കുന്ന പോളിസിയിലൂടെയും പ്രൊസസിലൂടെയും ഒക്കെ പോവുകയാണെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് ഈ നഴ്സിംഗ് കെയർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും കൊടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? മൂന്ന് കാര്യങ്ങൾ കേട്ടോ. ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതായിരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് നല്ല രീതിയിൽ നഴ്സിംഗ് കെയർ നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് നല്ല ഒരു എൻവയോൺമെന്റ്, വർക്കിംഗ് എൻവയോൺമെന്റ് അവിടുത്തെ നഴ്സുമാർക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ ജോബിൽ സാറ്റിസ്ഫൈഡ് ആവും. അതുവഴി അവർക്ക് നോളജ് സ്കില്ലും ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് പ്രോസസ് ആണ് ഹോസ്പിറ്റലിൽ നടത്തുന്നതെങ്കിൽ നഴ്സിംഗ് കെയർ നല്ല എഫക്റ്റീവ് ആക്കാനായിട്ട്, എഫിഷ്യന്റ് ആക്കാനായിട്ട് സാധിക്കും. ലളിതമായ മാനർ എന്ന് പറഞ്ഞാൽ ലളിതമായ.
ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് എലമെന്റ്സിൽ പറയുന്നത്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് ആൻഡ് ലാസ്റ്റ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ. രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസിൽ പറയുന്നത് കേട്ടോ, ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫ്. ഫസ്റ്റ് വൺ നോക്കിയേ, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്സ്. ഇറ്റ് ഡിപെൻഡ്സ് on the suitable educational training given to the nursing staff for the kind of service they are being made ready for. Simple ആയിട്ട് ചുരുക്കി പറഞ്ഞു തരാം. ഈ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കാം? ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാല് എന്താണ് അർത്ഥമാക്കുന്നത്? ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാല് ക്വാണ്ടിറ്റി, വെരി ഗുഡ്, അളവ് എന്ന് പറയാം അല്ലെ നമുക്ക്. അതുപോലെ തന്നെ ക്വാളിറ്റി എന്തായിരിക്കാം? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണമേന്മ അല്ലെങ്കിൽ ഗുണനിലവാരം അല്ലെ. ഗുണനിലവാരം എന്ന് പറയാം, അല്ലെങ്കിൽ ഗുണമേന്മ, ഗുണം എന്നൊക്കെ പറയാം. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അതാണ് പറയുന്നത്. നേഴ്സിംഗ് സ്റ്റാഫിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമുക്ക് എങ്ങനെ കണക്കാക്കാൻ പറ്റും? അപ്പൊ നിങ്ങള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സ് കഴിഞ്ഞു, ഒരു ഹോസ്പിറ്റലില് നിങ്ങൾക്ക് ജോലി കിട്ടിയപ്പോ എന്താണ്, ഒരു ചിലപ്പോ റിസപ്ഷനിസ്റ്റ് ആവാം, ചിലപ്പോ ഓഫീസ് സ്റ്റാഫ് ആവാം, അങ്ങനെ പല, ചിലപ്പോ അറ്റൻഡേഴ്സ് ആവാം, അങ്ങനെ പല മേഖലകളിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് അല്ലെ. അങ്ങനെ ജോലി കിട്ടുമ്പോ അവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ ജോലി ഇതാണ്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഇതാണ്, അല്ലെങ്കിൽ ഡ്യൂട്ടി ഇതാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ നമുക്ക് ജോലി തരുന്നത് അല്ലെ. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാവർക്കും നിങ്ങളുടെ വർക്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതാണ് നിങ്ങളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ. അവർ നിങ്ങളുടെ വർക്കില് അവർ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗുണങ്ങൾ കിട്ടും അല്ലെ. ചിലപ്പോൾ പ്രമോഷൻ കിട്ടാം, നല്ല രീതിയിൽ ജോലി കയറ്റം, അതുപോലെ തന്നെ സാലറിയിൽ വ്യത്യാസം വരാം. അപ്പൊ അങ്ങനെയുള്ള അവിടെ എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളുടെ ജോബിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതാണ് ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നിങ്ങളുടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവര് പറയുന്ന വർക്കില് അല്ലെങ്കിൽ അവര് ഇത്ര ടൈം, ചിലപ്പോ 2 ആഴ്ച വന്നിട്ടുണ്ടാവും, ചിലപ്പോ ഒരു 1 വീക്ക് ആയിരിക്കും തന്നിരിക്കുന്നത്. അതിനുള്ളില് കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മുടെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ക്വാണ്ടിറ്റി. നിങ്ങളെ അളക്കാനായിട്ട് സാധിക്കും. കിട്ടിയോ? മനസ്സിലായോ? ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ ആണോ? ഓക്കെ, അവര് പറഞ്ഞിരിക്കുന്ന ടൈമില് നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അതാണ് നിങ്ങളുടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാല്. അവര് നമ്മളെ അളക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്ര കറക്റ്റ് ആയിട്ട് നമ്മള് ആ വർക്ക് പെർഫെക്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവര് പറഞ്ഞിരിക്കുന്ന ടൈമില് പെർഫെക്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാല് അതിനെയാണ് നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റി എന്താണ്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന വർക്കില് നിങ്ങൾ അവരെ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അവരെ എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടമാണ്, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ അവരെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതാണ് നിങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഗുണനിലവാരം. മനസ്സിലായോ ഡിഫറൻസ്? ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഓക്കെ ആണോ? ഓക്കെ, ഇനി യൂട്ടിലൈസേഷൻ. എന്താണ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാല്? ഈ 2 പേജ് കഴിഞ്ഞാല് നമുക്ക് ഈ കുഴപ്പമില്ല കേട്ടോ. 2 പേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആണ് പഠിക്കാനായിട്ട്. 2 പേജ് കൂടി കഴിയണം. ഇനി നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് തോന്നും തിയറിയിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, യൂട്ടിലൈസേഷൻ എന്താണ്? ഉപയോഗം അല്ലെ, യൂസസ് അല്ലെങ്കിൽ ഉപയോഗം എന്ന് പറയാം അല്ലെ. നോക്കിയേ, the nursing staff must be allotted work in such a way that the knowledge skills acquired are best used for the purpose they were imparted or trained. അപ്പോ ഉപയോഗം അല്ലെ, യൂസസ്.
നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞു, നിങ്ങൾക്ക് ജോലി കിട്ടി. അപ്പൊ ആ കോഴ്സിൽ നിങ്ങൾ എന്താണ് കുറച്ച് തിയറീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അവിടെ നടത്തുന്ന പ്രോസസ് എന്താണ്, അങ്ങനെയുള്ള തിയറീസ് ആണല്ലോ പഠിച്ചത് ഇല്ലേ? ഓരോ ഭാഗത്തും അല്ലെങ്കിൽ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, അതിന്റെ കാര്യങ്ങള്, അതുപോലെ CSST, അങ്ങനെ കുറെ കാര്യങ്ങൾ തിയറി ബേസ്ഡ് ആണ് നിങ്ങൾ പഠിച്ചത്. ഇനി ആ തിയറി എന്ത് ചെയ്യണം? പ്രാക്ടിക്കൽ ആക്കണം അല്ലെ? പഠിച്ച കാര്യങ്ങള് പ്രാക്ടിക്കൽ ആക്കണം. ഓക്കെ, അപ്പോ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി, ആ തിയറി നമ്മള് പ്രാക്ടിക്കൽ അല്ലെ പ്രാക്ടീസ് ചെയ്യണം. അതാണ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഹോസ്പിറ്റൽ ജോലി കിട്ടുമ്പോ നമ്മൾ ആ തിയറി, നമ്മൾ പഠിച്ച തിയറി നമ്മള് യൂസ് ചെയ്യും. പ്രാക്ടിക്കൽ ബേസ് ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങുമ്പോഴാണ് നമ്മള് പഠിച്ച തിയറി അവിടെ യൂസ് ആവുന്നത്. ക്ലിയർ ആയോ? യൂട്ടിലൈസേഷനും ട്രെയിനിങ്ങും കിട്ടി, പ്രാക്ടീസിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങള് ചെയ്യുന്നു. ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ആ തിയറിയുടെ യൂട്ടിലൈസേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു എന്താണ്, രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്, ക്വാളിറ്റി ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്, അതുപോലെ യൂട്ടിലൈസേഷൻ. മലയാളത്തിൽ അവിടെ മിസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. Recognize the nursing care hours needed to care for a patient for a day or for a shift. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കഗ്നൈസ് മീൻസ് എന്തായിരിക്കും? തിരിച്ചറിയുക അല്ലെ? റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാല് തിരിച്ചറിയുക. Recognize the nursing care hours needed to care for a patient for a day. അപ്പോ ഒരു രോഗിക്ക് എത്ര അവേഴ്സ് ആണ് നഴ്സിംഗ് കെയർ പരിചരണം അല്ലെങ്കിൽ നഴ്സിംഗ് പരിചരണം വേണ്ടതെന്ന് തിരിച്ചറിയണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അതാണ് പറയുന്നത്. ഒരു രോഗിക്ക് നഴ്സിംഗ് കെയർ എത്ര അവർ ആണ് വേണ്ടതെന്ന് തിരിച്ചറിയുക. Staffing relies on a capacity of hospital, standards provided, number of bed and different treatment of services. Staffing depend ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിപ്പെൻസ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ എലമെന്റ്സിലാണ്? ഈ താഴെ പറഞ്ഞിട്ടുള്ള എലമെന്റ്സിലാണ്. 4 കാര്യങ്ങളിലാണ് സ്റ്റാഫിംഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റൽ. കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ചെറിയ രീതിയിലുള്ള ഹോസ്പിറ്റൽ ഉണ്ടാവും, വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവും അല്ലെ? ചെറിയ രീതിയിലുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് അത്രയും രോഗികളെ പരിചരിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ? അതിൽ ഒതുങ്ങാവുന്ന രോഗികളെ ആയിരിക്കും നമുക്ക് പരിചരിക്കാൻ പറ്റുന്നത്. അതുപോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിലോ നല്ല രീതിയിൽ നമുക്ക് രോഗികളെ അല്ലെ, കുറെ രോഗികളെ നമുക്ക് പരിചരിക്കാനായിട്ട് പറ്റും. കാരണം കപ്പാസിറ്റി എന്ന് പറയുന്നത് സ്മോൾ ഹോസ്പിറ്റൽ ഉണ്ടാവാം, ലാർജ് ഹോസ്പിറ്റൽ ഉണ്ടാവാം. ഇനി സ്റ്റാൻഡേർഡ്സ് എന്താണ്? സ്റ്റാൻഡേർഡ്സ് മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ എന്താണ്? നിലവാരം. നല്ല നിലവാരം പുലർത്തുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്തായിരിക്കാം? രോഗികൾ കൂടും അല്ലെ? രോഗികൾ കുറെ ഉണ്ടാവും അല്ലെ? കുറെ രോഗികളെ പരിചരിക്കേണ്ടതായിട്ട് വരും. ഇനി നിലവാരം ഇത്തിരി കുറഞ്ഞ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇവിടെ രോഗികൾ കുറവായിരിക്കില്ലേ? അങ്ങനെയാണ് അത് ബേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്പർ ഓഫ് ബെഡ്സ് എന്താണ്? ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ കുറച്ച് ബെഡ്സുകൾ ഉണ്ടാവുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ. ഇനി എന്താണ്? ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസസ്. ഇപ്പോ നമുക്ക് എന്താണ്? അലോപ്പതി അല്ലെ, ഇംഗ്ലീഷ് അല്ലെങ്കിൽ എന്താണ് മോഡേൺ ഹോസ്പിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ ആയുർവേദിക് ഹോസ്പിറ്റൽ, ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ, അങ്ങനെ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ഉണ്ട് അല്ലെ? അപ്പൊ അതാണ് പറയുന്നത് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസ്. ഇതിന്റെയൊക്കെ ബേസിലാണ് ഈ സ്റ്റാഫിംഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? 4 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റൽ, സ്റ്റാൻഡേർഡ് പ്രൊവൈഡഡ്, നമ്പർ ഓഫ് ബെഡ്, ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസസ്.
ഓക്കെ, ക്ലിയർ ആയോ 4 കാര്യങ്ങളും? ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇൻ ആന്റിസിപ്പേറ്റിംഗ് നഴ്സിംഗ് വർക്ക് ലോഡ് manager must calculate not only the total number of patients to be cared for, but also proportion in each category. ഇവിടെ ഒരു മാനേജർ, ഹോസ്പിറ്റലിലെ മാനേജർ നഴ്സിംഗ് കെയറിന്റെ പ്രപ്പോർഷൻ എത്രത്തോളം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടോട്ടൽ പേഷ്യന്റിന്റെ എണ്ണം അനുസരിച്ച് അല്ല, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് അതനുസരിച്ചിട്ടല്ല, മറിച്ച് എന്താണ്? പ്രപ്പോർഷൻ നോക്കിയിട്ടാണ്. ഓക്കെ, എന്താണ്? ഹോസ്പിറ്റലിലെ മാനേജർ, മേലധികാരി നഴ്സിംഗ് കെയറിന്റെ പ്രപ്പോർഷൻ എത്രത്തോളമാണ് കൊടുക്കേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? രോഗിയുടെ എണ്ണം അനുസരിച്ചല്ല, അല്ലെങ്കിൽ രോഗികളുടെ എണ്ണം അനുസരിച്ചല്ല, അഥവാ എന്ത് നോക്കിയിട്ടാണ്? പ്രപ്പോർഷൻ നോക്കിയിട്ടാണ് എത്രത്തോളം പരിചരണം കൊടുക്കണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അവിടെ നോക്കിയേ, ഇപ്പോ ജനറൽ വാർഡിലാണെങ്കിൽ എന്തായിരിക്കാം പ്രപ്പോർഷൻ വരുന്നത്? പറയാൻ പറ്റുമോ? ജനറൽ വാർഡിലാണെങ്കിൽ പ്രപ്പോർഷൻ എങ്ങനെയാ വരുന്നത്? 5:1. 5 രോഗികൾക്ക് ഒരു നേഴ്സ് എന്ന നിലയിലാണ് പ്രപ്പോർഷൻ വരുന്നത്. ഇനി ഐസിയുലാണെങ്കിലോ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയാണ്, തീവ്ര പരിചരണമാണ് അവിടെ കൊടുക്കുന്നത് അല്ലെ. ഐസിയുല് 1:2, അല്ലെങ്കിൽ എങ്ങനെയാണ് 1:1 അല്ലെ. 1:2 ഒരു രോഗിക്ക് ഒരു നേഴ്സ് എന്ന നിലയിൽ. അപ്പൊ അങ്ങനെയാണ് പ്രപ്പോർഷൻ നോക്കുന്നത്. പ്രപ്പോർഷൻ നോക്കിയിട്ടാണ് നഴ്സിംഗ് കെയർ മാനേജർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്? സെൽഫ് കെയർ വേണ്ടി വരുന്ന പേഷ്യന്റിനാണെങ്കിൽ അല്ലെ. സെൽഫ് കെയർ എന്ന് വെച്ചാൽ ചിലപ്പോ ഒരു ദിവസം ഒരു നേരമൊക്കെ നോക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മിനിമൽ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്നൊക്കെ നഴ്സുമാര് വന്ന് കൊടുക്കില്ലേ, അതാണ് മിനിമൽ കെയർ എന്ന് പറയുന്നത്. അതുപോലെ ഫുൾ കെയർ എന്ന് പറഞ്ഞാൽ ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്താണ് ഫുൾ നേരവും അയാളുടെ കൂടെ പരിചരിക്കേണ്ടതായിട്ട് വരും അല്ലെ, ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ. അതുപോലെ തന്നെ ഇന്റൻസീവ് കെയർ, തീവ്രമായിട്ട് പരിചരണം കൊടുക്കേണ്ട പേഷ്യൻസ് ആണ് അവിടെ ഉള്ളത്. അവർക്ക് എന്താണ് എല്ലാ നേരവും നമ്മൾ പറഞ്ഞു അല്ലെ 1:1 പ്രപ്പോർഷനിലാണ്. അപ്പോ അങ്ങനെയുള്ള ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നതാണ്, ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അങ്ങനെ ഒരു മാനേജർ, ഹോസ്പിറ്റലിലെ മാനേജർ രോഗികളുടെ എണ്ണം നോക്കിയിട്ടല്ല ഈ പരിചരണം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് നോക്കുന്നത്? പ്രപ്പോർഷൻ നോക്കിയിട്ടാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ബിക്കോസ് കെയർ നീഡ് ഡിഫറെന്റ് ഫ്രം കാറ്റഗറി ടു. ഇത്രയും കാര്യങ്ങളാണ് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗിൽ പറയുന്നത്. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് ഒന്നും കൂടിയും പറയാം. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് ഒന്നും കൂടിയും പറയാം. എന്താണ്? ഒരു രോഗിക്ക് എത്ര അവേഴ്സ് ആണ് നഴ്സിംഗ് പരിചരണം കൊടുക്കേണ്ടതെന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ നമ്മൾ ഈ നഴ്സിംഗ് പരിചരണം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് 4 എലിമെന്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. capacity of hospital, standards provided, number of beds and different treatment services. അതുപോലെ തന്നെ ഒരു മാനേജർ, ഹോസ്പിറ്റലിലെ മേലധികാരി എന്ത് ചെയ്യുന്നുണ്ട്? നഴ്സിംഗ് കെയർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവിടെ വരുന്ന രോഗികളുടെ എണ്ണം നോക്കിയിട്ടല്ല, പ്രപ്പോർഷൻ അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത്രയും മാത്രം മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെയാണോ? സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. ഇനി നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ ഇൻക്ലൂഡ്. 2 തരത്തിലുള്ള പേഷ്യന്റ് കെയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? ഡയറക്റ്റ് കെയർ ഉണ്ട്. സെക്കൻഡ് വൺ ആണ് ഇൻഡയറക്റ്റ് കെയർ. ഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡയറക്റ്റ് കെയർ എന്തായിരിക്കാം? എക്സാമ്പിൾ പറയാൻ പറ്റുമോ?
നേരിട്ട് പരിചരിക്കുന്നത് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. നേരിട്ട് പരിചരിക്കുന്നതാണ്. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എങ്ങനെയെല്ലാം നേരിട്ട് പരിചരിക്കാൻ പറ്റും? ഹോസ്പിറ്റലിൽ വെച്ചാണ്. ഓക്കെ, പിന്നെ നഴ്സിംഗ് കെയർ കൊടുക്കുന്നത് നേരിട്ടാണെന്ന് പറഞ്ഞു. എക്സാമ്പിൾ ഒന്ന് നോക്കിയേ, ഒന്ന് വായിക്കാം കേട്ടോ, പാരഗ്രാഫ് ഒന്ന് വായിക്കാം. Is care given by nursing staff while working in the presence patient and related to the patient physically and psychologically requirements. അപ്പൊ എന്താണ് പറയുന്നത്? ഈ ഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാല് ഫിസിക്കലി അതുപോലെ സൈക്കോളജിക്കലി അല്ലെ, അത് ശാസ്ത്രപരമായിട്ടുള്ള രോഗികളുടെ നീഡ്സ് അനുസരിച്ചുകൊണ്ട് ആ ബേസിലാണ് നഴ്സിംഗ് കെയർ കൊടുക്കുന്നത്. ഓക്കെ, ഫിസിക്കലി ആവാം, സൈക്കോളജിക്കലി ആവാം. ആ നീഡ്സ് അനുസരിച്ച്, അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഫിസിക്കലി സൈക്കോളജിക്കലി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നേരിട്ട് പരിചരണം നടത്തുന്നതിനെയാണ് ഡയറക്റ്റ് കെയർ എന്നതുകൊണ്ട് പറയുന്നത്. ഇനി നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ. ഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് ഓഫ് ഫീഡിംഗ്, ട്രീറ്റ്മെന്റ്, മൊബിലിറ്റി ആൻഡ് മെഡിക്കേഷൻ. And the more dependent the patient is on the nurse to conduct related activity, the more hour of nursing care is required for that patient. എന്താണ് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും ഫീഡിംഗ്? ഫീഡിംഗ് എന്ന് പറഞ്ഞാല് ഫീഡിംഗ് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഫീഡിങ് എന്താ? ഫുഡ് കൊടുക്കുന്നത് അല്ലെ, ഫുഡ് കൊടുക്കുന്നത്. അപ്പൊ കഴിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് എന്താണ് ഫുഡ് വാരി കൊടുക്കണം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്, ഓരോ മരുന്നുകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് മൊബിലിറ്റി, റിട്ടേൺ ആയിട്ടുള്ള ആളുകള്. ഓക്കെ, മൊബിലിറ്റി എന്താ? മൊബിലിറ്റി മൊബിലിറ്റി ആൻഡ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? മൊബിലിറ്റി ചലനശേഷി അല്ലെ, ചലിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ. ബെഡിൽ കിടക്കുന്ന രോഗികളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് നമ്മള് മരുന്ന് കൊടുക്കുക, അതുപോലെ എന്താണ് ഭക്ഷണങ്ങൾ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരെ പരിചരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, യൂറിനൊക്കെ പോകാനായിട്ട് സഹായിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബാത്റൂമിൽ കൊണ്ടുപോവാ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡയറക്റ്റ് കെയറിൽ വരുന്നത്. കിട്ടിയോ? മനസ്സിലായോ ഡയറക്റ്റ് കെയർ എന്താണെന്ന്? ഓക്കെ, ഇനി എന്താണ്? ആൻഡ് ദ മോർ ഡിപെൻഡന്റ് the patient is on the nurse to conduct related activity. അപ്പൊ എന്താണ് ഇവിടെ ഈ ഡയറക്റ്റ് കെയറില് പേഷ്യന്റ് ഡിപെൻഡ് ചെയ്യുന്നത് ആരെയായിരിക്കും? പേഷ്യന്റ് ഡിപെൻഡ് ചെയ്യുന്നത് നഴ്സുമാരായിരിക്കും ഇല്ലേ? ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കാം. ഡയറക്റ്റ് കെയർ മനസ്സിലായില്ലേ? ഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാല് ഫിസിക്കലായിട്ട് അതുപോലെ തന്നെ സൈക്കോളജിയിലെ ഫിസിക്കലും മനഃശാസ്ത്രപരമായിട്ടും രോഗികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നേരിട്ട്. ഓക്കെ, നേരിട്ട് നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഫീഡിങ്, ട്രീറ്റ്മെന്റ്, മൊബിലിറ്റി ആൻഡ് മെഡിക്കേഷൻ. ഇവിടെ എന്താണ്? പേഷ്യൻസ് കൂടുതലും നഴ്സുമാരെയാണ് ഡിപെൻഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഇൻഡയറക്റ്റ് കെയർ. Are those ventures undertaken on the patient's behalf but removed from his presence? Indirect care consists of assembling supplies and equipment, seeking advice with other healthcare team members, writing and reading patient records, reporting, constructing discharge plans, etc. എന്താണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നതായിരിക്കും? ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ വായിച്ചപ്പോ മനസ്സിലായേ? ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
കൺസെപ്റ്റ് എന്തെങ്കിലും മനസ്സിലായോ? ചെറുതായിട്ട് അവിടെ എന്തെങ്കിലും മനസ്സിലായോ എന്താണെന്നുള്ളത്? എക്യുപ്മെന്റ് ട്രീറ്റ്മെന്റ് കൺസൾട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയില്ല. മരുന്നുകൾ കൊടുക്കുന്നത് പേഷ്യന്റിന്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും വേറെ ആർക്കൊക്കെയാണ് എന്തെങ്കിലും മനസ്സിലായത്? മനസ്സിലായില്ലേ വായിച്ചപ്പോ? നമുക്കറിയാം അല്ലെ, ഡയറക്റ്റ് കെയർ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ വെരി ഗുഡ് പേഷ്യന്റ് റെക്കോർഡ്സ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാട്ടോ. ഇൻഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാല് നേരിട്ടല്ലാതെയുള്ള പരിചരണം അല്ലെ. ഇപ്പോ ഫോർ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കി, ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യന്റിന് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? എന്താ കൊടുക്കാറ്? ഡിസ്ചാർജ് സമ്മറി നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കാറുണ്ട് അല്ലേ? എങ്ങനെയാണ് ഡിസ്ചാർജ് സമ്മറി കൊടുക്കുന്നത്? ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് അഡ്വൈസ്, ഡോക്ടർ പറയുന്നത് അനുസരിച്ചാണ് നഴ്സുമാര് ഡിസ്ചാർജ് സമ്മറി എഴുതി കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, പേഷ്യന്റ് റെക്കോർഡ്സുകൾ എഴുതാറുണ്ട്. പേഷ്യന്റ് അഡ്മിറ്റ് ആകുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എഴുതി കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടുകൾ ഡോക്ടർ എന്താ പറയാ, MRI ചെയ്യണം അല്ലെങ്കിൽ സ്കാൻ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് എന്താണ്, പേഷ്യന്റിനെ അതിന്റെ എല്ലാ കാര്യങ്ങളും ഡോക്ടറുടെ കയ്യിൽ നിന്ന് അഡ്വൈസ് സ്വീകരിച്ച് എല്ലാ കാര്യങ്ങളും സഹായിച്ചു കൊടുക്കുന്നതും ആരാണ്? നഴ്സുമാരാണ് അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളില് ഇൻഡയറക്റ്റ് ആയിട്ട് അവര് പേഷ്യൻസിനെ സഹായിക്കുന്നുണ്ട്. അതിനെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. നേരിട്ടല്ലാതെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് കെയർ ചെയ്യുന്നു. മനസ്സിലായോ? ഡയറക്റ്റ് കെയർ എന്താണ്, ഇൻഡയറക്റ്റ് കെയർ എന്താണെന്ന്? ഓക്കെ, ഡിഫറൻസ് ക്ലിയർ ആയില്ലേ രണ്ടിന്റെയും? ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. കൂടുതലൊന്നും വായിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, കൺസെപ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കാം. ഓക്കെ, എന്താ പറയേണ്ട ആളുവിന്? ഡയറക്റ്റ് കെയർ ആണോ ഇൻഡയറക്റ്റ് കെയർ ആണോ പറയേണ്ടത്? ഡയറക്റ്റ് കെയർ എന്താണെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം. എന്താണ്, ഇപ്പോ പേഷ്യൻസിന് ഫുഡ് കൊടുക്കുന്നത്, മരുന്ന് കൊടുക്കുന്നതൊക്കെ എന്താണ്, ഡയറക്റ്റ് നേരിട്ട് അവരുടെ ഫിസിക്കലായിട്ടും സൈക്കോളജിക്കൽ ആയിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള റിക്വയർമെന്റ്സ് ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് പരിചരണം കൊടുക്കുന്നു. എന്താണ് ഇപ്പൊ ഫുഡ് കൊടുക്കല്, മരുന്ന് കൊടുക്കല്, അതുപോലെ എന്താണ് ചലിക്കാൻ പറ്റാത്ത ആളുകളെയൊക്കെ വീൽചെയറിലൊക്കെ ഇരുത്തി ബാത്റൂമിലൊക്കെ കൊണ്ടുപോകുക, അതൊക്കെ എന്താണ്, നേരിട്ട് കൊടുക്കുന്ന പരിചരണമാണ്. അതിനെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ നേരിട്ടല്ലാതെയുള്ള കെയറിങ്. അതെങ്ങനെയാ നേരിട്ടല്ലാതെയുള്ള കെയറിങ് വരുന്നത്? ഇപ്പൊ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് സമ്മറി നമ്മൾ എഴുതി കൊടുക്കണം. ഡോക്ടറുടെ കയ്യിൽ നിന്ന് അഡ്വൈസ് സ്വീകരിച്ച് ഡോക്ടർ പറയുന്നത് അനുസരിച്ചിട്ടാണ് ഡിസ്ചാർജ് സമ്മറി എഴുതുന്നത് അല്ലെ. ഓക്കെ, അതെന്താണ്, നമ്മൾ കൊടുക്കുന്ന ഇൻഡയറക്റ്റ് കെയർ ആണ്. പേഷ്യന്റ് അല്ല എഴുതുന്നത്, പക്ഷെ പേഷ്യന്റിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നഴ്സുമാര് എഴുതുന്ന കാര്യമാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഓരോ റിപ്പോർട്ടുകള് ഇപ്പൊ ഡോക്ടർ പറയുന്നത് അനുസരിച്ച് ഇപ്പൊ MRI ചെയ്യണം അല്ലെങ്കിൽ CT സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോക്ടറുടെ കയ്യിൽ നിന്ന് അഡ്വൈസ് സ്വീകരിച്ചുകൊണ്ട് രോഗികൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. രോഗി MRIയും CT സ്കാനും എടുക്കണം, അവരെ കൊണ്ടുപോവുക, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ചിലപ്പോൾ ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ല, അപ്പൊ അവരെ സഹായിക്കാം. അങ്ങനെയുള്ള റിപ്പോർട്ടിനും കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കല്, അതുപോലെ തന്നെ പേഷ്യന്റ് റെക്കോർഡ്സുകൾ തയ്യാറാക്കുന്നത്, ഇതൊക്കെ ആരാണ്? പേഷ്യൻസിന് വേണ്ടി ചെയ്യുന്നത് ആരാണ്? നഴ്സുമാരാണ്. അത് ഇൻഡയറക്ട്ലി അവരെ സഹായിക്കുന്നതാണ്. മനസ്സിലായോ? ഡയറക്റ്റ് കെയറും ഇൻഡയറക്റ്റ് കെയറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കെയർ കേട്ടോ.
ഓക്കെ, പഠിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. Next ആണ് staff development. Staff development is the process which is directed towards the personal as well as the professional growth of nurse and others staff while they are employed by the healthcare. It refers to all the training and education provided to enhance the job-related and personal knowledge, skills, and mentalities based employees. Okay. പിന്നെ പറയുന്നത് സ്റ്റാഫ് ഡെവലപ്മെന്റ് അല്ലെ, സ്റ്റാഫിനെ ഡെവലപ്മെന്റ് ചെയ്യുക. ഒരു ഹോസ്പിറ്റലില് പുതിയതായിട്ടുള്ള ജോലിക്കാര് വരുമ്പോ അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ജോബ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലില് എന്തുണ്ടാവും? സ്റ്റാഫ് ഡെവലപ്മെന്റ് ടീം ഉണ്ടാവും. മനസ്സിലായോ പറഞ്ഞത്? പുതിയ ആളുകള് ഹോസ്പിറ്റലില് ജോലി ചെയ്യുമ്പോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുമ്പോ അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് അവിടെ എന്തുണ്ടാവും? സ്റ്റാഫ് ഡെവലപ്മെന്റ് ടീം ഉണ്ടാവും. ആ സ്റ്റാഫ് ഡെവലപ്മെന്റ് ടീമിനെ പറയുന്ന പേരാണ് അഡ്മിനിസ്ട്രേഷൻ ഏരിയ. ഓക്കെ, അവരാണ് അല്ലെ ഹോസ്പിറ്റലില് ഓരോ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റും ആരൊക്കെ എങ്ങനെ ഏതൊക്കെ പോളിസിയിലൂടെ ഏതൊക്കെ ഗൈഡ് ലൈൻസിലൂടെ ഏതൊക്കെ പ്രൊസീജിയറിലൂടെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് അല്ലെ. അപ്പോ പുതിയതായിട്ട് വരുന്ന സ്റ്റാഫിന് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് ആരായിരിക്കും? അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. സ്റ്റാഫ് ഡെവലപ്മെന്റ് ടീമിനെ പറയുന്ന പേരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ. കിട്ടിയോ? ഇനി നമ്മളൊരു പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളില് എനിക്കായാലും നിങ്ങൾക്കായാലും പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഏതൊക്കെയായിരിക്കാം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? പറയാൻ പറ്റോ? എന്തിനെല്ലാം മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് നമ്മളൊരു ജോബിൽ പ്രവേശിച്ചു കഴിയുമ്പോ? ഒന്നിനും ഡെവലപ്മെന്റ് ഉണ്ടാവില്ലേ? നമുക്ക് ഒരു ജോബിൽ പ്രവേശിച്ചു കഴിയുമ്പോ സ്കില്ല് ഡെവലപ്മെന്റ് ചെയ്യും. വെരി ഗുഡ്. പിന്നെ എന്തിനൊക്കെയായിരിക്കും ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്? നോളജ് ഇൻക്രീസ് ചെയ്യോ? ലാംഗ്വേജ് റെസ്പോൺസ് കൂടും. ഓക്കെ, നോളജ് കൂടും. കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെന്താണ്? മനോഭാവം. ഓക്കെ, നോളജ് ഇതൊക്കെ എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും അല്ലേ? വെരി ഗുഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പൊ മിസ് പറഞ്ഞത് മനസ്സിലായോ? സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തി ഒരു ജോബില് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ ജോലി കിട്ടി പുതിയതായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാനായിട്ട് സ്റ്റാഫ് ഡെവലപ്മെന്റ് ടീം ഉണ്ടാവും. ഇതിനെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇവരാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അല്ലെ. അവരെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ടീം എന്ന് പറയുന്നത്. ഇനി ഒരു വ്യക്തി ഒരു ജോബിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് പഠിച്ചത് അല്ലെ. സ്കില്ല് ഡെവലപ്മെന്റ് ഉണ്ടാവും, നോളജ് ഇൻക്രീസ് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലാവും, അതുപോലെ മനോഭാവത്തിന് വ്യത്യാസം ഉണ്ടാവും, അങ്ങനെ പല പല കാര്യത്തില് വ്യത്യാസങ്ങൾ. ഒരു മെച്യൂരിറ്റി തോന്നിക്കും നമ്മള് അല്ലെ, മെച്യൂർഡ് ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങള് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടും തൊഴിൽപരമായിട്ടും ഡെവലപ്മെന്റ് ചെയ്യണം. ഒരു വ്യക്തിയെ വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടും ഡെവലപ്മെന്റ് ചെയ്യുക എന്നതാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത്. കിട്ടിയോ? വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും അയാളെ ഡെവലപ്മെന്റ് ചെയ്തെടുക്കാം. ഓക്കെ,
ഇനി ഒബ്ജക്റ്റീവ് ഒന്ന് നോക്കിയേ. ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? ഒന്ന് വായിച്ചു നോക്കി. 4 കാര്യങ്ങൾ ആർക്ക് പറയാൻ പറ്റും നോക്കാം. സിമ്പിൾ പോയിന്റ്സ് ആണ്. കഴിഞ്ഞോ? എന്താണ്? എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. എന്ത് ചെയ്യണം? പ്രൊഡക്ടിവിറ്റി എന്താണ്? ഉൽപാദനക്ഷമത അല്ലെ? ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ അവിടെയുള്ള സ്റ്റാഫിന്റെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യിപ്പിക്കുക. ഇനി എന്താണ്? എൻഷുർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നഴ്സസ്. എന്താണ്? അവിടെ വരുന്ന പേഷ്യന്റിന് സേഫ്റ്റി ഉറപ്പുവരുത്തുക. എൻഷുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പുവരുത്തുക. നഴ്സിംഗ് കെയറിലൂടെ സേഫ്റ്റി ഉറപ്പുവരുത്തുക. എൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ്സ്. എന്തായിരിക്കും? Ensure satisfactory job performance by staffs. എന്തായിരിക്കും? സ്റ്റാഫിന്റെ അവരുടെ ജോബില് സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുക. എന്നാലേ അവർക്ക് ജോബില് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി അവരുടെ സ്കില്ല്, നോളജ് അതല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ അല്ലെ? അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ്? Orient the person towards their care objectives, job duties, personal policies. ഓക്കെ, അപ്പോ അവിടെ പറയുന്നത് എന്താണ്? ഈ ന്യൂ എംപ്ലോയീസ് വരുമ്പോ അവർക്ക് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്? ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും അല്ലെ? അതിനെ പറ്റിയിട്ട് ഒബ്ജക്റ്റീവ്സ്, അവരുടെ ജോബ് ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള പോളിസികൾ, അതിനെ കുറിച്ച് പോളിസീസ്, പ്രൊസീജിയർ, ജോബ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങള് ഒരു വ്യക്തി പുതിയതായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവര് പറഞ്ഞു കൊടുക്കണം. ഇത്തരം കാര്യങ്ങളാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. സിമ്പിൾ ആണോ? എന്തെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ്? ഓക്കെ ആണോ? 4 പോയിന്റ്സും. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? എംപ്ലോയീസിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിന് സേഫ്റ്റി ഉറപ്പുവരുത്തുക, അവിടെയുള്ള സ്റ്റാഫിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക. പുതിയതായിട്ട് ഒരു വ്യക്തി, 4ാമത്തെ പോയിന്റ് ആണ് പറയുന്നത്, പുതിയതായിട്ട് ഒരു സ്റ്റാഫ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവര് അവിടുത്തെ ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള്, അതുപോലെ അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, പോളിസീസ് പറഞ്ഞു കൊടുക്കാം. ഓർഗനൈസേഷനിലെ പോളിസീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അതിനെ കുറിച്ച് വ്യക്തമാക്കി കൊടുക്കാം. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. 4 കാര്യങ്ങളാണ് ടൈപ്സിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ നോക്കാം. ഇൻഡക്ഷൻ ട്രെയിനിങ് is the training given to new employees by the employer in order to help the adjustment to their new jobs and familiarize with their new work environment and the people who are working around them. എന്താണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാല്? ഒരു വ്യക്തി ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിലെ, നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലില് ജോലിയിൽ ജോയിൻ ചെയ്ത്, ഏതെങ്കിലും ഒരു ജോലിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് അവൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ അവൻ വരുമ്പോ അവന് അവിടുത്തെ മേലധികാരി അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുന്ന ആള്, ഇതാണ് നിന്റെ ജോലി, ഇത് മൊത്തം ചെയ്യണം, ഇത് ചെയ്ത് തീർത്തിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ടോ?
ഇല്ല. ആദ്യമായിട്ട് അവരെന്താ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? ഇതാണ് നിന്റെ ജോലി, അതുപോലെ തന്നെ ഇന്നതാണ് നിന്റെ വർക്ക്, ട്രെയിനിങ്, അതുപോലെ തന്നെ അവിടെയുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് പരിചയപ്പെടുത്തി കൊടുക്കും, കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ഡേ 1-2 ദിവസം ചെയ്യുന്നത്. അതിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. കിട്ടിയോ? 1-2 ദിവസമായിരിക്കാം ഈ ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കുന്നത്. ആരാ കൊടുക്കുന്നത്? അവിടുത്തെ മേലധികാരി, മാനേജർ ആണ് ഇങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഒരു വ്യക്തി ജോയിൻ ചെയ്യുമ്പോൾ വർക്കിംഗ് എൻവയോൺമെന്റ് പരിചയപ്പെടുത്തി കൊടുക്കും, അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇതാണ് നിന്റെ ഡ്യൂട്ടി, ഇന്നതാണ്, നീ ഇന്ന വർക്കാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കും അല്ലെ. അതാണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെക്കാം കേട്ടോ, നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെക്കാം. 1-2 ദിവസമാണ് ഈ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. മേലധികാരിയാണ് ഇത് കൊടുക്കുന്നത്, ഈ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ജോബ് ഒന്ന് സിമിലറൈസ് ചെയ്ത് കൊടുക്കും അല്ലെ, മനസ്സിലാക്കി കൊടുക്കുക. വർക്കിംഗ് എൻവയോൺമെന്റ് ഇന്നതാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇന്നതാണ് നിന്റെ ജോലി എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ട്രെയിനിങ് ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയട്ടെ മിസ്, ജോബ് ഓറിയന്റേഷൻ. The process of making aware of an individual of his or her roles, responsibilities, and relationship in the new work situation. It is an individualized training program meant to get a newly hired employee more familiarized with their responsibilities. അപ്പോൾ ജോബ് ഓറിയന്റേഷനും ഒരു വീക്കോ അല്ലെങ്കിൽ 1 മന്തോ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ ആണ് ഈ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് ഇത്? ആരാണ് കൊടുക്കുന്നത്? മേലധികാരി തന്നെയാണ് ഈ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് എന്താണ്, നിങ്ങൾക്ക് ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ജോലി കിട്ടിയതെങ്കിൽ അവരുടെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അങ്ങനെയുള്ള എന്താണ് നിങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ട്രെയിനിങ്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, ഏതൊക്കെയാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടി എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഇത് ജോബ് ഓറിയന്റേഷൻ ട്രെയിനിങ്. ഒരു മാസമോ അല്ലെങ്കിൽ 1 വീക്കോ ആണ് ഈ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. മേലധികാരിയാണ് ഈ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. എക്സാമ്പിൾ സഹിതം അവിടെ എഴുതി വെക്കാം കേട്ടോ. റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി കിട്ടുമ്പോ റിസപ്ഷനിസ്റ്റ് ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനെയാണ് ജോബ് ഓറിയന്റേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? 2 ട്രെയിനിങ്ങും, ഇൻഡക്ഷൻ ട്രെയിനിങ് ആൻഡ് ജോബ് ഓറിയന്റേഷൻ. മനസ്സിലായോ? നെക്സ്റ്റ് ആണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. An educational experience planned before to provide in the job setting and closely identified with service in order to help the person discharge his duty more effectively as a person and as a worker. It is thus a planned instructional or training program given by an employee agency in the employment sector. നമ്മൾക്ക് ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി കിട്ടിയല്ലേ, നമ്മളെ
ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന 1 മന്തോ അല്ലെങ്കിൽ 1 വീക്കോ നമുക്ക് അങ്ങനെ പറഞ്ഞു തന്നു. അതാണ് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ജോബില് കയറിയതിനു ശേഷം നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മോർ ഇഫക്റ്റീവ് ആക്കാനായിട്ട് ഇവിടെ കിടക്കുന്നുണ്ടോ ആ മോർ ഇഫക്റ്റീവ്ലി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അത് മാത്രം ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്താൽ മതി. എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. എന്താണ് അപ്പോ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ജോബില് കയറിയതിനു ശേഷം നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും കൂടി മോർ ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിനകത്ത് ട്രെയിനിങ് കൊടുക്കുന്നതിനെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? നമ്മള് ജോലിയിൽ കയറിയതിനു ശേഷം ഡ്യൂട്ടീസ് മോർ ഇഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മോർ ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ആ ജോബില് അവൻ എക്സ്പേർട്ട് ആവാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓക്കെ ആണോ? ഈ ലാസ്റ്റ് ട്രെയിനിങ് ആണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഈസ് ഓൾ ദ ലേണിംഗ് ആക്ടിവിറ്റീസ് that happen after an individual has completed his basic education. It involves planned training experience beyond the basic nursing educational program. എന്താണ്? നമ്മൾ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ വന്നു ജോയിൻ ചെയ്തു, നമ്മളുടെ വർക്കിംഗ് എൻവയോൺമെന്റ് കാണിച്ചിരുന്നു, ഇന്നതാണ് നിന്റെ ജോലി, അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെയൊക്കെ പരിചയപ്പെടുത്തി അല്ലെ. അതിനുശേഷം നമുക്ക് ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ജോലി കിട്ടിയതെങ്കിൽ ആ റിസപ്ഷനിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടി എന്നതാണെന്ന് പറഞ്ഞു തന്നു. അത് അങ്ങനെയാണ് ജോബ് ഓറിയന്റേഷനിലൂടെ. ഇനി ഇൻ സർവീസ് ട്രെയിനിങ് എന്താണ്? ഇപ്പൊ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി കിട്ടി, കൂടുതൽ നമ്മുടെ വർക്കിൽ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നു അല്ലെ. 3 കാര്യങ്ങളും ഈ 3 ട്രെയിനിങ്ങും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജോബ് ഒന്നുകൂടിയും ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചിലപ്പോ കുറച്ച് ക്ലാസ് കേൾക്കാനായിട്ട് വിടും, അല്ലെങ്കിൽ കൂടുതൽ സെമിനാർസുകൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? എല്ലാ ബേസിക് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നു. നമുക്ക് ഇന്നതാണ് നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ എന്നുള്ളത് പരിചയപ്പെടുത്തി, നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇന്നതാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നു. ഇനി അതിൽ കൂടുതൽ ഒന്ന് മോർ ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈ 3 കാര്യങ്ങളും ചെയ്തു തന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വിടുകയും അതുപോലെ തന്നെ സെമിനാർസുകൾ അറ്റൻഡ് ചെയ്യാൻ വിടുകയും ചെയ്യുന്നു. ഇതിലൂടെ നമ്മുടെ നോളജും സ്കിൽസും ഇംപ്രൂവ് ചെയ്യുന്നു. അതാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. കിട്ടിയോ? ക്ലാസ്സും അതുപോലെ സെമിനാർസുകളും അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നു. പല എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മളെ പറഞ്ഞയക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. പല ക്ലാസ്സുകള്, അതുപോലെ നമ്മുടെ ജോബുമായിട്ട് റിലേറ്റഡ് ചെയ്യപ്പെട്ട പല ക്ലാസ്സുകൾ ഉണ്ടാവും, പല സെമിനാർസുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതിനകത്ത് നമ്മളെ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പറയുന്നത്.
ഓക്കെ, ക്ലിയർ ആയോ 4 കാര്യങ്ങളും? ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് 4 കാര്യങ്ങളാണ് നമ്മൾ അതിൽ പഠിച്ചതല്ലേ. ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഇത്ര വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നുണ്ട്. താങ്ക് യു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇത്ര വരെ എടുത്തതില്? ഡൗട്ട് വല്ലതുണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു.